ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തതാരാ? പുള്ളി ആണോ? 7 കേക്ക് അടിച്ചു കൊടുത്തു. കൃമികടി കൃഷ്ണകുമാർ, ആ ഒരു പ്രാസം. പ്രാസം വെച്ചാണ് ഇടണേ. തൊടയിടുക്ക് ജയകുമാർ. നീ കൃമികടി കൃഷ്ണകുമാറിന്റെ മോളാടി, തൊടയിടുക്ക് ജയകുമാറിന്റെ മോനാ? വലിയ കക്ഷൻ ജയകുമാർ. അത് വലിയ കക്ഷമുള്ള ഒരു മാമുണ്ട് നമ്മുടെ നാട്ടില്. ഉണ്ട്. അങ്ങനെ ഒരു പേരങ്ങ് ഇട്ട് വലിയ കക്ഷമുള്ള ജയകുമാർ. ഉള്ളിതലൊന്ന് വിറവ് കിട്ടും. സീരിയസ് ആയിട്ട് വിറവിന്റെ എത്ര ഉണ്ട് കക്ഷം? സ്കൂള് പറഞ്ഞ കാരണം എന്താ? ഇല്ല, നല്ല പഠിക്കുന്നു, അതുകൊണ്ടാണ് ടീച്ചർമാർക്ക് ലവ് ലെറ്റർ കൊടുക്കും പുള്ളി. ആണോ? കൊള്ളാം. ഏറ്റവും വലിയ ചളിയൻ ഞാനായിരിക്കും. ഞാൻ വിശ്വസിക്കൂല. ആണോ? എന്നിട്ട് ഇതുവരെ ഒരു ചളി പോലും പറഞ്ഞില്ലല്ലോ. നീ ഇരിക്കല്ലേ എന്നെ കളഞ്ഞ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എനിക്ക് കുറച്ച് വെറൈറ്റി ചോദിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ മണ്ടത്തരം ചെയ്യുന്ന ആരാ? അതെന്താ പാവം അത്? അല്ല, പുള്ളി ചെയ്യും. എന്ത് ചെയ്ത മണ്ടത്തരങ്ങള്? അതിന് ഞാൻ ഒരെണ്ണം പറ. കാരണം മണ്ടത്തരം ചെയ്യുന്ന ആളെന്നുള്ള ഒരു ടാഗ് ലൈൻ കിട്ടണമെങ്കിൽ അമ്മാതിരി മണ്ടത്തരം ചെയ്യണം. ചെറിയ അറിയ മണ്ടത്തരങ്ങൾ. എന്നാ ചെറുത് പറ. ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കണെന്ന് പറഞ്ഞിട്ട് പുള്ളി വന്ന് അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ. ഓക്കെ, അടുത്ത് പാവം ലോലൻ. ഹൃദയോ? പാവം. എല്ലാം ക്രൂഡാണ്. എല്ലാം ക്രൂരന്മാരാണ്. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന ക്രൂരന്മാരുടെ ഒരു ടീമാണ്. ലോലനില്ല, ലോലനായിട്ടൊന്നും ആരും പാവായിട്ട് ആരുമില്ല. പാവം ആശയത്തിനെല്ലാം കയ്യിലിപ്പുണ്ട്. കൂട്ടത്തിൽ പാവായിരിക്കും. സത്യം പറഞ്ഞ അങ്ങനെ ഇല്ല, പാവം ഇല്ല. ഇല്ല, ശരി. ഇല്ല, സാധാ മനുഷ്യർ. എല്ലാരും മനുഷ്യർ. ഞങ്ങള് മൃഗങ്ങളാ. ആയിരിക്കും. ഏറ്റവും വലിയ തേപ്പ് കിട്ടിയത് ആർക്കാ? അവിടെ മറ്റേ പാട്ടിട്ടെടുക്കണം. പ്രണയിച്ചിട്ടില്ല. ഡയറക്റ്റ് കല്യാണാണോ? അതെ, പുള്ളി കല്യാണത്തിന് ശേഷം മാരീഡ് ആണോ? മാരീഡ് ആണ്. അതാണോ വൈഫ്? അല്ലല്ല, പുള്ളിയുടെ വൈഫ്. ഓക്കെ. തേപ്പൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ കലിപ്പന് ഏറ്റവും വലിയൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയാടാ? ഇല്ല, നമ്മളറിവില്ല. ഇല്ല. ഏതാന്ന് എണ്ണായിരിക്കും. അങ്ങനെയാണ്. ഇല്ല. സിംഗിൾ ആണോ? ഇല്ല, പറയാൻ താല്പര്യമില്ല. അതെന്താ? റിലേഷൻഷിപ്പ്. മെസ്സേജ് വരില്ല. അതുകൊണ്ടൊന്നുമല്ല, താല്പര്യമില്ല എനിക്ക്. ഇല്ല പറയാൻ. പെണ്ണില്ലടാ, അതാണ്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തതാരാ? പുള്ളി. ആണോ? 7 കേക്ക്. 7 കേക്ക് അടിച്ചു കൊടുത്തു. ഷെഫ് കാര്യമായിട്ട് അടിച്ചു കൊടുത്തു രാത്രി. സീരിയസ് ആയിട്ട് തമാശയില്ല. അന്ന് കണ്ടന്റ് ഇല്ലായിരുന്നു. കേക്കിന്റെ പരിപാടി ഉള്ളതുകൊണ്ട് കേക്ക് അടിക്കാൻ പോയിരുന്നു. വൈഫിനൊന്നും വാങ്ങിച്ചെടുത്തില്ലേ ഗിഫ്റ്റ്? അച്ചപ്പം. ഇല്ല, ഗിഫ്റ്റ് വാങ്ങിച്ചെടുത്തില്ല. വാങ്ങിച്ചെടുത്തില്ല. അഭിമാനമായിട്ട് വാങ്ങിച്ചെടുത്തില്ല. വാങ്ങിച്ചു കൊടുക്കുന്ന പള്ളു. നീയാണ് കൂട്ടത്തിൽ റൊമാൻറ്റിക് ഞാൻ പറഞ്ഞത്. ആൾക്കാര് ചോദിക്കും വൈഫ് എന്തെങ്കിലും വാങ്ങിച്ചെന്നോ? അങ്ങനെ ഇല്ല. ഒരുപാട് നാള് പ്രണയിച്ച കല്യാണം കഴിച്ച? പ്രണയിച്ചൊന്നുമില്ല. അല്ലല്ല. ഇതെന്താ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും? ഇല്ല. എങ്ങനെയാ വാലന്റൈൻസ് ഡേ വൈഫ് ഗിഫ്റ്റ് ആണോ? സത്യം പറഞ്ഞാൽ മറന്നുപോയി നമ്മൾ രണ്ടുപേരും. എന്നിട്ട് വാഗമണ് 20 ദിവസമായിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ട് വാലന്റൈൻസ് ഡേ മറന്നു. അല്ല, അതിപ്പോ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് മാത്രം യാത്രയിലായിരുന്നു. ഈ വിരുന്ന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ബിസി ആയിരുന്നു. കഴിഞ്ഞിട്ടാണ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇല്ല. സിഗ്മ ആയിട്ട്
ഇല്ല. എന്താ കോൺസെപ്റ്റ് എന്താ? കോൺസെപ്റ്റ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തില് ഡാൻസർ ആരാ? ചേർത്ത് ആണോ? പുള്ളി ഡാൻസർ ആയിരുന്നു. രണ്ട് സ്റ്റെപ്പ് ഇടാം. 2 സ്റ്റെപ്പ്. ഏയ് അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്താ? മറ്റേ ഇതൊക്കെ വേണം ആംബിയൻസ് ഗ്ലാസ് ഇപ്പിടി കയറെടുത്തത് കൊണ്ട് പിന്നെ അതൊക്കെ ചെയ്യും. നല്ല ഡാൻസർ dancer ആണ്, serious. ആയിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോഴാ ആണോ? തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് റിബണൊക്കെ ഇട്ടിട്ട് തിരിഞ്ഞ റിബൺ നല്ല സീരിയസ് ആയിട്ട് അവൻ Serious, കളിക്കും തമാശ പറഞ്ഞില്ല. മറ്റേ പാട്ട് ഏതാ പാട്ട്? രാസ രാസ മന്മത രാസ കളി ആ ടൈമിലുണ്ടോ ഇപ്പൊ അത് സാരല്ല. ശശികല ചാർത്തി. ഈ പുള്ളിയോ? പിന്നെ ഓ പിന്നെ മലംകുറവ മലംകുറവ. അതൊക്കെ ഉണ്ട്. എന്റെ മറ്റേ അതല്ലേ ഓ മറ്റേ അത് അയ്യോ അയ്യോ പഴയ സാധനം. ഓക്കെ, സിംഗർ. ആ അഖില്. ഇല്ലല്ലോ. അന്നാ ഒരു പാട്ട് ഞാൻ പാട്ട് പാടില്ല, വൈഫിന് സത്യമാ. വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. ഇല്ല പുള്ളി അറിയാലോ. അല്ലല്ല പാടും. പുള്ളി ഇത്ര നേരം സ്ട്രൈറ്റ് ഉത്തരവല്ല പറഞ്ഞത്. അപ്പൊ ഇതും ഏയ് സ്ട്രൈറ്റ് ആയിരിക്കും. പുള്ളി സത്യസന്ധമായിട്ട് സത്യമായിട്ടേ ഞാൻ പറയല്ലോ, പാടും. നന്നായിട്ട് പാടും. സത്യം പാടൂല. പാടാ. രണ്ട് ലൈൻ. പാടൂ, സത്യത്തിൽ പാടൂല. എന്റെ ജീവിതത്തിൽ പാടിയിട്ടില്ല. ഇതോടെ നിന്റെ ഫാൻസ് കുറെ. എങ്ങനെയാണ് പണി കൊടുത്തതല്ലേ? അല്ല പാടും സീരിയസ്ലി പാടും. പാടില്ല, സത്യത്തിൽ പാടില്ല. നേരത്തെ ആ വണ്ടിയിലിട്ട പാട്ട് പാടില്ല. ചുമ്മാ പറഞ്ഞത്. വെറുതെ പറഞ്ഞത്. എനിക്ക് പണി ഇങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഏതാ എനിക്ക് പണിയത്. ഓക്കെ, ഏറ്റവും വലിയ ചളിയൻ. ഞാനായിരിക്കും. ഞാൻ വിശ്വസിക്കൂല. നല്ല കളി. ആണോ? നീ എന്നെ പാടാൻ പറഞ്ഞു. അടിച്ച് ഫ്ലോപ്പ് ആയിരുന്നു. ഇങ്ങനെ ഡാൻസ് എന്നിട്ട് ഇതുവരെ ഒരു ചളി പോലും പറഞ്ഞില്ലല്ലോ. നീ ഇരിക്കല്ലേ എന്നെ കളഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ശിശു. ഓക്കെ, അതിന് മുങ്ങിപ്പോയതാണല്ലേ. പിന്നെ പ്രപ്പോസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിജക്ഷൻ കിട്ടിയത് ആർക്കാ? അതൊക്കെ ഇനി പോയി ചോദിക്കാൻ പറ്റൂടാ. വൈഫ് ഇരിക്കണം. വൈഫ് കാണും. എനിക്ക് രണ്ടുപേരും പറയാൻ പറ്റില്ല. ഞാൻ എന്നെ ചൂണ്ടി വൈഫില്ലല്ലോ. അതിന് ഞാൻ എന്നെ ചൂണ്ടി കാണിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഏറ്റവും കൂടുതൽ തൊലിക്കെട്ടുള്ളത് ആർക്കാ? പിച്ച് നോക്കരുത്. പറഞ്ഞോ? കണ്ടിട്ട് അയ്യോ, അത് പാവം. എവനാ പാവോ? ഇല്ല എല്ലാവർക്കും തൊലിക്കെട്ടില്ല. ഇല്ല. ഇല്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാ? ഓ പോണെന്ന് ചുമ്മാ കൊറേ നേരം. നമ്മള് അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. ഇല്ല ഇല്ല അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ദേഷ്യം അങ്ങനെ ദേഷ്യപ്പെടാറുണ്ട് എല്ലാവരും. ഏറ്റവും കൂടുതൽ ഇല്ല എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഞാനില്ല. ആരുമില്ല. ഏറ്റവും കൂടുതൽ നാണം ഉള്ളത് ആർക്കാ? ഭയങ്കര ഷൈ. എനിക്ക് തോന്നി. എന്താ ഇത്ര നാണോ? ഏയ് കഴിഞ്ഞ ഇങ്ങനെ ക്ലോസ് വെച്ചിരുന്നല്ലേ. എന്താ എന്തിനാ നാണം? നാണോ അതിനൊക്കെ എന്തൊരു ഉത്തരം പറയും. വേറെ പദമില്ലല്ലോ. അതിനെത്രയോടാ എന്തൊരു നാണം അങ്ങനെ ആയിപ്പോയി. അങ്ങനല്ലേ ഞാൻ ഉദ്ദേശിച്ചേ. അത് ഷൂട്ട് ചെയ്യുമ്പോ ആൾക്കാരുള്ളതിനാണോ നാണം? അപ്പൊ ഇവിടെ ഇത്രയും പേര് അങ്ങനെയൊന്നുമില്ല. ഷൂട്ട് സമയത്ത് എല്ലാവരും എൻ്റെ ഡിഫറെന്റ് ആണ്. ഇതുപോലെ അല്ല ക്യാരക്ടർ കൊണ്ട് തിരിയും. കാര്യം സിനിമയൊക്കെ ചെയ്തതല്ലേ എല്ലാരും. ഓക്കെ, നന്മയൊളി. നന്മ മാത്രം. അടിച്ചു ഞാൻ പേടിച്ചു. എങ്ങനെയാണ് ഉള്ളില് നന്മയോളി എന്നല്ലേ ഞാൻ പറഞ്ഞു. നന്മയോളിയൊന്നുമില്ല. എല്ലാരും നന്മ ചോദിക്കുന്നുണ്ടല്ലോ. ചോദിച്ചത് ഇത് കേട്ടു. ക്വസ്റ്റ്യൻ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണ. പുള്ളി നന്മ ചെയ്യും. ഞാൻ നന്മ ചെയ്യും. സീരിയസ് നന്മ. അയ്യോ അങ്ങനെ വിളിച്ചു പറയാനാണെങ്കിൽ പിന്നെ ഞാൻ പുള്ളി നമ്മള് വണ്ടിയിലെ പോകുമ്പോ ആക്സിഡന്റ് ഒക്കെ പറ്റി കഴിഞ്ഞാൽ 1-2 തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പുള്ളി എപ്പോഴും തന്നെ വണ്ടി അവിടെ നിർത്തി ആംബുലൻസ് വന്നില്ലെങ്കിൽ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടോ? ഓക്കെ അല്ലേ? മരിച്ചിട്ടൊക്കെ ഉണ്ട്. നന്മയൊക്കെ ചെയ്യും പുള്ളി. നന്മയല്ല, നമ്മള് കടമയായിട്ടേ കൂട്ടിയിട്ടല്ല, നന്മയായിട്ടെന്ന്. അതാണ് നോർമലി എല്ലാരും ചെയ്യുന്നതല്ല. അധികം ആരും ചെയ്യാത്തൊരു ആണോ? നീ ഒന്നും ചെയ്യൂലല്ലേ? നമ്മളൊക്കെ നോർമലി കണ്ടെടുത്തോണ്ട് പോകും ഇല്ലേ? അത് നന്മയായിട്ടൊന്നും അല്ല. അപ്പൊ ആരാ വിഴുന്ന് നടന്നാലും നമ്മൾ എടുത്തോണ്ട് പോകും. കൊച്ചിലേ ശീലിച്ച് വന്നു അങ്ങനെയുള്ളൂ. നീ എടുത്തോണ്ട് പോലടാ, എടുത്തോണ്ട് പോകും.
നമ്മളെ എടുത്തോണ്ട് പോകും, പക്ഷെ നമ്മളെയാണ് എടുത്തോണ്ട് പോയേക്കുന്നത്. ആ അത് സ്വഭാവം. ഓക്കെ, ഫസ്റ്റ് ഷോട്ടിൽ റെഡിയാക്കുന്നത് ഞാൻ കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അയച്ചു കൊടുക്കുന്നത്, അത് കട്ട് പറയാനില്ല. ഇവര് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി 2 മുമ്പ് എടുക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയ കൊണ്ടുവരുന്നത്? അങ്ങനെ നമ്മൾ രണ്ടും തന്നെയാണ്, ഏറ്റവും കൂടുതലൊന്നുമില്ല. ശരത്തിനോട് ചോദിക്കാം. ഇല്ല അവൻ ഐഡിയ അല്ലേ അവൻ ഇല്ല. സത്യമല്ലേ പറയാനുള്ളത് അല്ലേ? അപ്പൊ ആക്ടറാണ്, നല്ല ആക്ടറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ, അതെ അതെ. എല്ലാം കണ്ടിട്ട് അവന് കൊടുക്കാൻ പറ്റും അയ്യോ, ഇല്ല. അല്ലേ? അല്ലേ? പിന്നെ അതെങ്ങനെയാ മോനെ? പിന്നെ അല്ല നല്ല പക്ഷേ ആക്ടറാണ്. ഏറ്റവും പാവം പുള്ളിയാന്ന് തോന്നുന്നു. ആ പാവമാണ്. പാവാ. ഓക്കെ, ഒരു ഹായ് വരും. 11 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം 12. 12 അതാ ഇത് വൈഫ് കാണൂലേ? ഇത് കട്ടി കളയൂലേ? ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഫിലിമില് 3 പേരെ ഒരു ഫിലിമില് കാസ്റ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത്രയും നാളത്തെ ഒരു ഇടപഴകൽ വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുവാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും? അത് വിളിക്കുന്നവരല്ലേ തീരുമാനിക്കാം. അല്ല, നിങ്ങൾക്ക് ഒരു ഇത് പിന്നെ ആൾക്കൊരു ഒരു കഥ പറ, അപ്പൊ ഞാൻ പറയാം അതിൽ ഏതൊക്കെ ക്യാരക്ടർ നമുക്ക് ആപ്റ്റ് ആവുന്നു. ഓക്കെ, നിങ്ങളുടെ ഒരു വില്ലൻ ഉണ്ട്, ഒരു റൊമാൻറ്റിക് ഹീറോ ഉണ്ട്, ഒരു കോമഡി ഭയങ്കര, അതായത് എല്ലാരും ചിരിക്കുന്ന കോമഡി ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. കോമഡി വില്ലേ? ആ ഇതില്ല. റൊമാൻറ്റിക് ഇരുന്നോ? നടന്റെ കൂട്ടുകാരൻ, നടന്റെ അകந்த ബന്ധു. ഓക്കെ, എന്തായാലും ഫിലിംസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അല്ല, അവനിപ്പോ ഇനി കാനഡ തിരിച്ചു പോകും. അവൻ അല്ല വിളിച്ചതാ, അവന് ഇതാക്കാൻ പറ്റില്ല, ജോയിൻ ചെയ്യാൻ പറ്റില്ല. തിരിച്ചു പോകണ്ടേ, ജോലി. ഓ, എന്നാലും നിങ്ങൾക്കൊരു ഡ്രീം, ഒരു ഇതുണ്ടാവില്ലേ, ഇന്ന ആളുടെ കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന്? അതാരാ? അയ്യോ, രജനീകാന്ത്. എനിക്ക് ഞാൻ കമലഹാസൻ. ആ, സത്യരാജ്. ശരിക്കും സത്യരാജിന് ഒരു ലുക്ക് ഉണ്ട്. തന്നെ ആ, സത്യരാജ് നല്ലതാണ്, ഞാൻ ഫാനാണ്. ആ ലുക്ക് ഉണ്ട്. കട്ടപ്പ. രജനീകാന്തിന്റെ കൂടെ ഇഷ്ടമാണ്. രജനീകാന്തിന്റെ ഫിഗർ ഇല്ലേ പുള്ളി? ഉണ്ട്. ആ, വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്ന രജനീകാന്ത്. പുള്ളിയും കൂടെ ഇവിടെ ഇവിടെ പുള്ളി ഞാൻ വിളിച്ച് പറഞ്ഞല്ലോ കമലഹാസൻ. പിന്നെ ഞാൻ ഭയങ്കര കമലഹാസന്റെ പേരോട് നമ്മൾ പറയുന്നില്ല. കമലഹാസൻ കറക്റ്റ് ആയി. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി സൗണ്ട് എടുക്കും. കമലഹാസായി. സൗണ്ട് എടുത്തേ. ഇല്ല സൗണ്ട് എടുക്ക്. ജനാർദ്ദന്റെ സൗണ്ട് എടുക്കും. ഇല്ല, എടുക്ക്. നേരത്തെ ഒരു ഗോകുലുണ്ടായിരുന്നു, പുള്ളി ജനാർദ്ദന്റെ സൗണ്ട് എടുത്തത്. ഒരു വീഡിയോയിൽ ആരും എടുത്തില്ലേ? അത് മറ്റേ ഗോകുലാണ്, മറ്റേ ആ ഗോകുലല്ല, നമ്മളവിടെ ഗോകുൽ എന്ന് പറഞ്ഞ ഗോകുൽ ഗോകുൽ സദാശിവൻ. പുള്ളി നമ്മൾ കൊണ്ടു. അപ്പൊ അവന് നാടകമായോണ്ടാണ്, നാടകത്തിന്റെ റിഹേഴ്സൽ, അതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റാത്തത്. പറയാൻ മറന്നുപോയി. നിങ്ങളുടെ ഒരാളെ കാണുമ്പോ ഓവറായിട്ട് മാന്യത കാണിക്കുന്ന ആരാ? ആരെങ്കിലും കാണുമ്പോഴോ? ആണോ? അത് പക്ഷെ വർക്കൗട്ടായി, കൂട്ടത്തില് മാന്യൻ. ഞാൻ പറഞ്ഞ എന്തിനങ്ങനെ ആക്ട്? അല്ല, അവൻ എന്നോട് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നോട് തന്നെ നല്ലോണം മിണ്ടൂല. അല്ല, സീരിയസ് ആയിട്ട് എന്നോട് മിണ്ടൂല അധികം. നമ്മൾ തമ്മിൽ സിനിമയ്ക്ക് വരുന്നുണ്ടോ? ഒരു പടത്തിന് എന്തോ പോയിട്ടുള്ളൂ ഇത്രയും നാളായിട്ട്. ന്യൂ ഇയറിന് രാത്രി ഒരു 9 മണിയാകുമ്പോൾ ഞാൻ വിളിച്ചാൽ എന്തോ പരിപാടി പറഞ്ഞ് ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന്റെ വീടിന്റെ അടുത്ത് 10-30 കിലോമീറ്റർ യാത്ര ചെയ്ത് അവന്റെ വീടിന്റെ അവിടെ പോയി. 11 മണിയായപ്പോൾ വിളിച്ച്, പുള്ളി ഫോൺ എടുത്തില്ല. 12 മണി വരെയും വിളിച്ച്, പുള്ളി ഫോൺ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തിരിച്ചു വിളിക്കുന്നു. ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് പരാതിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പുള്ളി അങ്ങനെയൊക്കെ കാണിക്കും. പുള്ളി കുറ്റം കൊണ്ടുവന്നില്ല. ബലിമൃഗം. ഓ, നിങ്ങളുടെ കൂട്ടത്തില് ബലിമൃഗം അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ട്രോള് കുന്നത് ആരാ? ട്രോള് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന, സർക്കാസം പറയുന്നത്, മൂന്നുപേരും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് നിൽക്കും. ആർക്കെങ്കിലും ഫീൽ ആവാറുണ്ടോ? യവനൊട്ടും ഫീൽ ആവില്ല. യവന് ഒരു പരിധി കഴിഞ്ഞാൽ ഫീൽ ആവും. എനിക്ക് വാ തുറന്ന അപ്പം ഫീൽ ആവും. ഞാൻ വിചാരിച്ച എനിക്കതൊന്നും വലിയ സീനില്ല. ഇല്ല. ഓക്കെ, നിങ്ങൾക്കൊക്കെ അപ്പം
ഈ എങ്ങനെയാ അതായത് ഒരേ വേവ് ലെങ്ത് ഉള്ള ആളുകൾ ഇങ്ങനെ ഒരു സെറ്റ് ആവുന്നത്? കാരണം ഒരേ ലെങ്ത് ഒന്നും അല്ല. അല്ല, എല്ലാവർക്കും ആക്ടിങ് ആണല്ലോ മെയിൻ ഇൻട്രസ്റ്റ്. ആ പിന്നെ വേറെ വല്ല ജോലി പിടിച്ച് ടെക്കിളെ പിടിച്ച് എൻ്റെ കൊണ്ടുവരാൻ പറ്റുമോ? ആക്ടിങ് ഉള്ളവരെ നമ്മളെല്ലാം അതല്ല പറഞ്ഞത്. ആക്ടിങ് ഒരേ വേവ് ലെങ്ത് ഉള്ള ഒരുമിച്ച് എങ്ങനെ വന്നു? അതങ്ങനെ വരുള്ളൂ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നില്ലേ? ആ അപ്പൊ അതൊരു ഇതല്ലേ? മൈ മിസ്റ്റേക്ക്. നിങ്ങളിപ്പോ അത്യാവശ്യം ഫേമസ് ആയിട്ട് ആളുകളൊക്കെ അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഓഫ് കോഴ്സ് പുറത്തിറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ വരും, സംസാരിക്കും, ഫോട്ടോസ് ഒക്കെ എടുക്കും. എന്നാലും ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തത് നന്നായി എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതാ? അതെപ്പോഴും തോന്നും. എന്നാലും ഒരു ബെസ്റ്റ് മൊമെന്റ് ഞാനെടുത്ത തീരുമാനം സ്ഥലം കിട്ടിയില്ലേ? അതൊരു നല്ല തീരുമാനം. ഓ അങ്ങനെ അത് അങ്ങനെ ചോദ്യം ഒന്നുകൂടെ ചോദിക്കൂ. വലിയ ചോദ്യമായി. കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തിട്ടേ ഞാൻ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തത് എന്തുകൊണ്ട് നന്നായി എന്ന് തോന്നിയൊരു മൊമെന്റ് ഏതാ? അത് ആൾക്കാരൊക്കെ വന്ന് വീണ്ടും സന്തോഷമൊക്കെ അറിയിക്കും. സിനിമയിൽ വിളിച്ചു. സിനിമയിൽ വിളിച്ചു, വന്ന് കെട്ടിപ്പിടിക്കും ആൾക്കാർ. പിന്നെ ഒരുപാട് മെസ്സേജ് എബ്രോഡ് എന്നൊക്കെ വരും. അതൊക്കെ ഭയങ്കര കാര്യമാണ് അല്ലേ? എവിടെ അതൊക്കെ തന്നെ അതൊക്കെ തന്നെ പുള്ളിക്കും പടം കിട്ടി. കുറച്ച് പടമായി. പേര് പറയാൻ സമയമായിട്ടില്ല, അതുകൊണ്ടാ പറയാത്ത. പറഞ്ഞൂടെ ഇപ്പൊ നമുക്ക് അറിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഒന്ന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഇതുപോലെയൊക്കെ തന്നെ കാനഡയിൽ വെച്ച് തിരിച്ചറിയാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു വഴിയിലായിപ്പോയി വണ്ടി, കാറ്. അപ്പൊ കുറെ ആൾക്കാര് വീഡിയോ കാണുന്ന ആൾക്കാരാ. ഞാൻ ഇങ്ങനെ ബോണറ്റും തുറന്നു വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അവര് ഒന്ന് ഹെൽപ്പ് ചെയ്തു. ആ വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. നിസാമാക്കട ബിയർ കണ്ടിട്ടായിരുന്നു ഹെൽപ്പ് ചെയ്തതേ. നിസാമാക്കട ബിയർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, കാണണം കേട്ടോ. അത് കണ്ടിട്ടാണ് അവനെ ഹെൽപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ ഒരു 11 മണിക്ക് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തതാണ്. അല്ല എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞൂടാ. അല്ലെ അടുത്ത് പറയട്ടല്ലോ അല്ല. ഇങ്ങനെ ഫാൻസ് വിളിച്ച് ശല്യം ചെയ്യാറൊക്കെ ഉണ്ടോ? ഇല്ല, ശല്യം എന്തോന്ന് എന്താ രാത്രിയൊക്കെ വിളിച്ചിട്ട്? അങ്ങനെ ഇല്ല. ഞാൻ അങ്ങനെ കോൾ പേഴ്സൺ അല്ല, കോൾ കുറച്ച് സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാരും വാട്സപ്പ് ഒക്കെ ചെയ്യുമായിരിക്കും, മെസ്സേജ് അയക്കും. അല്ലാണ്ട് അല്ലാണ്ട് ശല്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ പണ്ട് പഠിപ്പിച്ച നിങ്ങളെങ്ങനെ പഠിക്കും? നിങ്ങളല്ല ഒന്നിച്ച് പഠിച്ചതല്ല. എത്ര വയസ്സുണ്ട്? എവന്റെ ഇളയത് ഞാൻ, എന്റെ ഇളയത് പുള്ളി. അങ്ങനെ അവനാണ് ഏറ്റവും ഇളയത് എന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ ID കാർഡ് ഇപ്പൊ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എടുത്തില്ല. എത്ര വയസ്സുണ്ട്? എനിക്ക് 29 ഉണ്ട്. എന്നെക്കാൾ ചെറുതാണോ? നിന്റെ പ്രായമാണ് അവകാശപ്പെടുന്നത്. എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. ശരിക്കും എത്രയുണ്ട്? എവന്റെ അനിയൻ 29 ഉണ്ട്. ട്വിൻസ് ആണോ? അല്ല, അവന്റെ വായിന്ന് അറിയാതെ ഒരു ദിവസം വിഴുന്ന് ഞാൻ അത് ചോദിച്ചു, പുള്ളി ഓടിക്കളഞ്ഞു. ഓക്കെ, എന്നാലും ചെറുപ്പം മുതലേ അറിയാലോ. അപ്പൊ എങ്ങനെ ഈ സ്കൂളിലൊക്കെ നിങ്ങൾ ഭയങ്കര പഠിപ്പിച്ചാളായിരുന്നോ, അല്ലെങ്കിൽ തല്ലുള്ളി പിള്ളേരായിരുന്നോ? തല്ലുള്ളിയൊന്നും അല്ല. ഇദ്ദേഹം എങ്ങനെയായിരുന്നു സ്കൂളിൽ? പുള്ളി ഒരു 4 സ്കൂൾ മാറിയാണ് അങ്ങോട്ട് വന്നത്. പിന്നെ അവിടെ നിന്ന് 4 സ്കൂൾ മാറിപ്പോയി. എനിക്ക് ഇതില്ലായിരുന്നല്ലോ, പ്രായം അങ്ങനെ അറിഞ്ഞൂടല്ലേ, ഇത് മാറി എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. പണ്ട് മാറിപ്പോയേണ്ടതേ. സത്യം പറഞ്ഞ എവന്റെ അനിയൻ എന്റെ സ്കൂളിലാണ് പഠിച്ചത്. എവന്റെ അനിയൻ അത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാണ് അല്ലേ? മനാറുൽ ഹുദ മനാറുൽ ഹുദ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് എവന്റെ അനിയനെ പഠിച്ചത്. എന്റെ ജൂനിയർ ആയിട്ട് എവന്റെ അനിയൻ പഠിച്ചു. പക്ഷെ അത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എവന്റെ വീട്ടിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് അത് എവന്റെ അനിയനാണെന്ന്. സ്കൂൾ പറഞ്ഞ കാരണം എന്താ? ഇല്ല, നല്ല പഠിക്കുന്നു, അതുകൊണ്ടാണ് ടീച്ചർമാർക്ക് ലവ് ലെറ്റർ കൊടുക്കും പുള്ളി. ആണോ? കൊള്ളാം. എന്നിട്ട് അടി കിട്ടിയോ? ഇല്ലില്ല, സ്കൂൾ മാറ്റി. വിഷയങ്ങളൊന്നും ഇല്ല അതിന്. ഏത് ക്ലാസ്സിലായിരുന്നു ഇത്രയും സ്കൂൾ മാറി വന്നത്? എനിക്കൊന്നൊരു 5, 6, 7. 5ാം ക്ലാസ്സിൽ ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്താ? അതിന് പ്രായപരിധിയൊന്നുമില്ല, ലവ് കൂട്ടത്തിൽ റൊമാൻറ്റിക് ഞാൻ പറഞ്ഞായിരുന്നു. ഓ, ഇത്ര റൊമാൻറ്റിക്
റൊമാൻറ്റിക്. വരൂലല്ലോ എല്ലാം ഇതൊക്കെ വരൂലല്ലോ. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് പറ. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ? ഞാൻ പറയണോ? പറഞ്ഞില്ലേ പറ. സത്യത്തെ കല്യാണം കഴിഞ്ഞതാണ് ഇപ്പം. മനസ്സിലായി. കല്യാണം കഴിഞ്ഞ ആ, എന്റെ സീനിയർ ആയിരുന്നു. ഇല്ല നമ്മളെങ്ങനെ വീടിനടുത്ത് നമ്മൾ സ്കൂളിലെ പരിചയം അല്ല അല്ല നമ്മള് വീട്ടിനടുത്താണ്. അല്ലല്ല വീട്ടിനടുത്താണ്. പിന്നെ ഇടയ്ക്ക് സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത്രേ കണ്ടിട്ടുണ്ട്. ഉള്ളൂ. എന്നാലും ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞോളൂ. പിന്നെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞില്ല. പിന്നെ വിഷയം മാറ്റിയിട്ട് പോകണ്ട. പ്രാവശ്യം പറഞ്ഞില്ല. വായ്പയോടെ ഇരിക്കുന്നുണ്ടോ? അല്ലല്ല, വീടിനടുത്തുള്ള ഗ്യാങ്ങുകളുണ്ടല്ലോ പയ്യന്മാര്. അത് തന്നെ നമ്മള് എങ്ങനെ ക്രിക്കറ്റ് ടീം അങ്ങനെ വീടിനടുത്ത് ഇവര് ക്രിക്കറ്റ് കളി ആ ബന്ധമുണ്ട്. അത് പറയടാ. നമ്മള് ക്രിക്കറ്റ് വീടിനടുത്ത് പയ്യന്മാർ ഗ്യാങ്ങില്ലേ? ഇവനെ വല്ല അനിയൻ. എന്റെ അനിയൻ, ഞാൻ ഇവന്റെ അനിയൻ, അങ്ങനെയൊക്കെ. ഓക്കെ. ഈ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഇത്രയും വളർന്ന് വലുതായതിനു ശേഷം കണ്ടിട്ടുണ്ടോ? ടീച്ചർ എന്റെ +2 ക്ലാസ് ടീച്ചർ, +1 +2 ക്ലാസ് ടീച്ചർ കമല ടീച്ചർ എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചു. മോനെ എപ്പോഴാണ് വീഴും? ടീച്ചറിന്റെ മോള് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കാണിച്ചത് പറഞ്ഞോ ടീച്ചർ പഠിപ്പിച്ച. അത് വലിയ സന്തോഷമായി. പിന്നെ കോളേജ് പഠിപ്പിച്ച ടീച്ചർ വിളിച്ചായിരുന്നു. അങ്ങനെ ടീച്ചർമാരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലാണ്. ഈ കുറെ മെസ്സേജസ് ഒക്കെ വരുമ്പോഴേ ഏതെങ്കിലുമൊക്കെ മെസ്സേജ് കണ്ടിട്ട് ആ അയച്ച ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടോ? ബ്ലോക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ല. തിരിച്ചെന്തെങ്കിലും പറയോ? തിരിച്ച് ചിലത് പ്രതികരിക്കും ഞാൻ. എന്തിലാ പ്രതികരിക്കാം? അത് ഈ പൊളിറ്റിക്കൽ പരമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കാത്ത കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കും ഞാൻ. എന്താ അങ്ങനെ പറഞ്ഞതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടും കൊണ്ട് പോകും, അങ്ങോട്ട് മെസ്സേജ് അയക്കും. എന്തുകൊണ്ട് അങ്ങനെ കമന്റ് ഇട്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അയച്ചത് ക്ലിയർ ചെയ്ത്, അല്ല ഉടക്കാനല്ല, ക്ലിയർ ചെയ്യും അത്. പിന്നെ ഏതോ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതായിട്ട് ഇട്ടപ്പോൾ ഒരു പുള്ളി ചൊറിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതും ഞാൻ തിരിച്ചു ചോദിച്ചു. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങളുടെ പാൻ ഇന്ത്യൻ ബ്രാഞ്ച് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഫേമസ് വീഡിയോസിൻ്റെ സജഷൻസ് വരും. അതിലൊരു ആദ്യത്തെ ഒരു വീഡിയോ നമുക്ക് കാണാം. പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ക്രിമികടി, പാൻ ഇന്ത്യൻ ബ്രാഞ്ച് ഞെട്ടിക്കൽ ബിരിയാണി. ഇതൊക്കെ യൂട്യൂബിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതാ. ഓക്കെ. എന്താ ക്രിമികടി? അതൊരു കണ്ടന്റ് പേര് ക്രിമികടി കൃഷ്ണകുമാർ. പിന്നെ ചൂട് ചായ തൊടയെടുക്ക് ജയകുമാർ, ചൂട് ചായ ജയകുമാർ, ക്രിമികടി കൃഷ്ണകുമാർ. പിന്നെ വേറെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കാണാം. ഇപ്പൊ രണ്ടും ജയകുമാറുണ്ട്. ചൂട് ചായ ജയകുമാറിന്റെ മോനാടേ? അല്ലല്ലേ. പിന്നെ അവിടെ ആകപ്പാടോ രണ്ടും ജയകുമാരേ ഉള്ളൂ. ജയകുമാർ അല്ലെങ്കിൽ പിന്നെ തൊടയെടുക്ക് ജയകുമാറിന്റെ മോനാ? അല്ല അല്ലേ, അതുമല്ല. വലിയ സൈസൊക്കെ വലിയ കഷ്ടം ജയകുമാറിന്റെ മോനാ നീ? അനീതിയാ സ്ഥലം എവിടാ? ഞാൻ ഇരുഞ്ചേ. ഇരുഞ്ചേത്തവിടാ? കലിങ്കിന്റെ അവിടെ. കലങ്കിന്റെ അവിടെ? അവിടെ ആരാ മോള്? കൃഷ്ണകുമാർ എന്ന് പറയും. അല്ല, പിരിയത്തിലൊരു വെട്ടമുള്ള കൃഷ്ണകുമാറാണാ? ഓ അതെ. വെളുത്തിട്ട്? ഓ നീ ക്രിമേരി കൃഷ്ണകുമാറ മോളാടി? ഓ അത് ഇതല്ലേ പേര്. പറയില്ല പറയൂല. ഈ പേരൊക്കെ എവിടെ നിന്ന് ഇടുന്നേ? ഇങ്ങനെ ആലോചിച്ചിടും. എന്നാലും ഇങ്ങനെയാ വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് പറയും ഓരോ പേരൊക്കെ ഇങ്ങനെ കിട്ടും, എന്തെങ്കിലും കണക്ട് ആവും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലത്തെ ഇല്ലില്ല. ചോദിക്കട്ടെ. നമ്മളങ്ങനെ പേരൊന്നും ഇടില്ല. ഇല്ല. അങ്ങനെ ഇടാൻ ചാൻസ് കിട്ടി എന്ത് പേരാണ്? ഈ പേര് ആരാ ഇടുന്ന സ്ക്രിപ്റ്റില്? സ്ക്രിപ്റ്റ് ഇല്ല. അല്ല, ഇത് കോണ്ടന്റ് എടുക്കുമ്പോ ഇങ്ങനെ പേരിടുന്ന ആരാ കൂടുതലും? പുള്ളി തന്നെയാണ്. പുള്ളിയല്ലേ? അങ്ങനെ വെളിയിറങ്ങി നടക്കാനുള്ള അങ്ങനെടാ. ഇങ്ങനെ അല്ലടാ നേരത്തെ പുള്ളി ഇട്ട് കളയും വേണമെങ്കിൽ ഒരു നേരത്തെ വിറ്റിന് വേണ്ടി. കാറിൽ AC കുറച്ചായിരുന്നു ഞാൻ. കൂട്ടാം പോകുമ്പോ. ഓക്കെ. ഓക്കെ. അപ്പം ആ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും പേരുകളൊക്കെ. ഇങ്ങനെ ആലോചിക്കും, ഓട്ടോമാറ്റിക്കലി വരുന്നില്ല, ആലോചിക്കും. ക്രിമികടി കൃഷ്ണകുമാർ, ആ ഒരു പ്രാസം രണ്ടിലും ക്രീ ഉണ്ട്. പ്രാസം വെച്ചാണ് ഇടണേ. തൊടയെടുക്ക് ജയകുമാർ, വലിയ കക്ഷൻ ജയകുമാർ. അത് വലിയ കക്ഷമുള്ളൊരു മാമുണ്ട് നമ്മളെ നാട്ടില്. ഉണ്ട്.
അങ്ങനെ ഒരു പേരങ്ങ് ഇട്ട് വലിയ കഷ്ടമുള്ള ഉള്ളിതലൊന്ന് വിറവ് കിട്ടും സീരിയസ് ആയിട്ട്. വിറവിന്റെ എത്ര ഉണ്ട് കഷ്ടം. ഇനി ബോഡി ഷേമിങ് പറയുന്നുണ്ടോ? മാമൻ കാണുന്നില്ല, നാട്ടുകാർ കാണിച്ചെടുക്കുമല്ലോ. ഞങ്ങൾ ഇത് മാത്രം കട്ട് ചെയ്ത് റീലിടും. കുഴപ്പമില്ല. ഓക്കെ, വേറൊരു വീഡിയോ കാണിച്ചു തരാം. അക്ഷയ് നീ തിരക്കിലാണോടാ? പറഞ്ഞ അശ്വതി അതെ, ഇന്നലെ ഒരു ചെറിയ ഡോള് വേണം, പിന്നെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതേ. അത് ഞാൻ എൻ്റെ ലവറിന് അയച്ച മെസ്സേജാണ്. മാറി വന്നതാണ് കേട്ടോ നിനക്ക്. എനക്കൊന്നും തോന്നല്ലേടാ. നീ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ അല്ലേ? നിനക്ക് അറിഞ്ഞൂടെ തന്നെ, ഞാൻ അതൊക്കെ അപ്പോഴേ കളഞ്ഞില്ലേ തമാശയായിട്ട്. ഓക്കെ ഓക്കെടാ. ക്യാമറ അവള് വിചാരിച്ചത് ഞാൻ ബസ് പോകുമ്പോ മഞ്ഞപ്പാവനെടുത്ത് അല്ലെങ്കിൽ 2 ദിവസം ആരോടെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അപ്പൊ ഇഷ്ടമുള്ളൂ. നിങ്ങളെ കാണിച്ചപ്പോ പറയാം മതി മതി കട്ട് ചെയ്തേക്കുന്നു. ഓക്കെ, കൊള്ളാട്ടോ. ഇതൊക്കെ റിയൽ ലൈഫ് ആയിരിക്കും. ആണോ? അങ്ങനെ സമ്മതിച്ചില്ല. ഒരു പുള്ളിയല്ലേ ഇങ്ങനെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ആരാ പാവയാണെന്ന് പറഞ്ഞ് പറ്റിച്ചേ? എത്രാമത്തെ പ്രണയായിരുന്നു അത്? പ്രണയൊന്നുമില്ല. നിങ്ങളുടെ തന്നെ വീഡിയോ നിങ്ങള് വീണ്ടും വീണ്ടും കാണാറുണ്ടോ? ഇല്ല. വൈ? ബാക്കി പുതിയ വീഡിയോ എടുക്കണ്ടേ? പഴയ തന്നെ കണ്ടോണ്ടിരുന്ന എന്നാലും അങ്ങനെ കാണൂടാ നീ? ചിലപ്പോഴൊക്കെ കാണും. നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു കോമഡി ആയിട്ട് ചിരിക്കില്ലേ? പിന്നെ സ്പോട്ടില് പിന്നെ പിന്നെ ആ വീഡിയോ കാണുമ്പോ ചിരി വരില്ല? ഇല്ല. ഞങ്ങൾക്ക് ഓരോല്ലോ. അത് നിങ്ങള് നമ്മള് എഡിറ്റ് ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മള് കണ്ട് ചില സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്തേ ഇങ്ങനെ ഇരുന്ന് 100 പ്രാവശ്യം കാണണ്ടേ. കണ്ടുകൊണ്ട് അവസാനം നമുക്ക് വിറ്റുണ്ടാ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ടെൻഷനാണ് ഇറക്കാൻ നേരത്ത്. അങ്ങനെ ഒരു ഇത് വരും. കണ്ട് അത് എനിക്ക് മാത്രമല്ല, എല്ലാ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും വരുമെന്നാണ് വിശ്വാസം. അവിടെ മൂളില്ല. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇപ്പം അതായത് ഫ്രണ്ട്സ് വഴി കണക്ട് ചെയ്ത് നിങ്ങളൊക്കെ ഒരു ടീമായി. എന്നാലും ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആ ഒരു ഇഷ്ടമുണ്ട് ആക്ടിങ്ങിനോട്. എന്നാലും ആ ഒരു സ്റ്റാർട്ടിങ് ജേണി എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് ജേണി കോവിഡ് സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ അഖിൽ ജി പി, സുബിൻ ടാർസൻ, ജോമോൻ, നമ്മൾ 4 പേരായിരുന്നു. ഞാനും ജോമോന് സുബിനുമായിരുന്നു സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് വെറുതെ ഇങ്ങനെ കറങ്ങില്ല, ഇനി അത് മതി. വെറുതെ വീട്ടിൽ അടച്ചിങ്ങനെ ക്വാറന്റൈൻ ഇരുന്നപ്പോൾ ഇങ്ങനെ ഓരോ കണ്ടന്റ് ടിക്ടോക്ക് കാണും ആ സമയത്ത്. അങ്ങനെ ഒരു കണ്ടന്റ് വന്നല്ലടാ, അങ്ങനെ ഐഡിയ വന്നു. എവനും കൂടെ ചേർത്തിട്ട് നമ്മളന്ന് എന്തുമായിട്ട് തന്നെ മറ്റേ ഒരു പ്രേതത്തിന്റെ പണ്ട് ഈ ടിക്ടോക്കിലൊക്കെ നമ്മൾ ആ സമയത്ത് കമ്പനിയായി വരുന്നേ ഉള്ളൂ അല്ലേ? ആ സമയത്ത് അത്ര കമ്പനിയായി വരുന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ബിഗ് ബിയുടെ സ്പൂഫ് സ്ലോബി പ്ലാൻ ചെയ്യണം അല്ലേ കോവിഡ് സമയത്ത്. അത് എവനും ജോമോനും സുബിനും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് യൂട്യൂബിൽ ഇട്ടപ്പോൾ നല്ല പ്രതീക്ഷിക്കാതെ ഭയങ്കര റീച്ച് കിട്ടി. അപ്പോൾ ഇവരെ ഫീൽഡ് അതായി. ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഇവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സായി അല്ലേ ആ സമയത്ത്. അപ്പം പിന്നെ അവർ വീണ്ടും ഇത് ജലസിംഹം പ്ലാൻ ചെയ്തു. അപ്പം ജലസിംഹം നമ്മളെല്ലാവരും കൂടെ തന്നെ പ്ലാൻ ചെയ്തത്. സ്ക്രിപ്റ്റ് പുള്ളി, സുബിൻ, ജോമൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ സമയത്ത് എടുത്തു. അതും അത്യാവശ്യം റീച്ചായി അല്ലേ? അതും അത്യാവശ്യം റീച്ചായി. പിന്നെ കാനഡയ്ക്ക് പോകേണ്ടി വന്നു അല്ലേ നിനക്ക്? പിന്നെ കുറഞ്ഞു വീഡിയോ. പിന്നെ 11KB എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു. ഇവനും ജോമോനും ശ്രീരാജും ശരത്തും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ജോമോൻ സിനിമയൊക്കെ ആയി. പിന്നെ ശ്രീരാജ് എന്ന് പറഞ്ഞ പുള്ളി സ്വന്തമായിട്ടൊരു കമ്പനി ഇട്ടു. പിന്നെ ഞാനും പുറത്തോട്ടൊക്കെ പോയപ്പോൾ അതൊന്ന് ലാഗ് വന്നു. അപ്പൊ ഇവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ. ആദ്യം പറഞ്ഞ പുള്ളിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് കാനഡയിൽ നിന്ന് വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സംസാരിക്കും. ഞാൻ ആ സമയത്ത് പുള്ളി ആക്റ്റീവ് ഇല്ല. പുള്ളി കണ്ടന്റ് ഒക്കെ തരും നമുക്ക്. കണ്ടന്റ് കൊടുക്കുമായിരുന്നു. ജോമോനും സുബിനൊക്കെ കണ്ടന്റ് കൊടുക്കുമായിരുന്നു. ആക്റ്റീവ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇല്ല പുള്ളിക്ക്. ഈ ഡയറക്റ്റ് ചെയ്യാനും ബാക്കിൽ നിൽക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ അപ്പൊ അവിടെ പോയിരുന്നിട്ട് പുള്ളിക്ക് ഇരിക്കുക പുറതിയില്ല.
പുള്ളി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കും, പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുതായിട്ട് ഞാനും പുള്ളിയും കൂടെ തുടങ്ങി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഗ്യാപ്പ് വന്നു, ഒരു 6-7 മാസം അല്ലേ? 2 വർഷം ആയെങ്കിലേ നമ്മള് തുടങ്ങി, വീണ്ടും ഗ്യാപ്പ് വന്നു, വീണ്ടും ചെയ്യും, അല്ല പറയണ വീണ്ടും ചെയ്യും, പിന്നെ കുറച്ച് ഗ്യാപ്പ് പിന്നെയും ചെയ്യും, പിന്നെ ഗ്യാപ്പ് ഒന്നുമില്ല, പിന്നെ കണ്ടിന്യൂ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.